Yes, Nisha, good afternoon. Soumya, good afternoon. Arya, good afternoon. Good afternoon, sir. Shamina, good afternoon. VGKS, good afternoon. Good afternoon, sir. Okay, Rasmia and Maria, good afternoon. Yes, good afternoon to all. Okay. Prayer undo? Illa. Then, thought of the day? Prayer ഉണ്ട് സാറേ. ആരാണ്? ഞാൻ പാടാം സർ. Yes, okay, Arya, continue. അഖിലാണ്ട മണ്ഡപമണിയിച്ചോരൊക്കെ അതിനുള്ളിലാനന്ദ ദീപം കൊളുത്തി പരമാണു പൊരുളിലും സ്ഫുരണമായി മിന്നും പരമപ്രകാശമേ ശരണം നീയെന്നും സുരഗോള ലക്ഷ്യങ്ങൾ അണിയിട്ടു നിർത്തി അവികല സൗഹൃദ ബന്ധം പുലർത്തി അതിനൊക്കെ ആധാര സൂത്രമിണക്കി കുടികൊള്ളും സത്യമേ ശരണം നീയെന്നും ദുരിതങ്ങൾ കൂത്താടും ഉലകത്തിൽ നിന്റെ പരിപൂർണ തേജസ്സു വിളയാടി കാൺമാൻ ഒരു ജാതി ഒരു മതം ഒരു ദൈവമേവം പരിശുദ്ധ വേദാന്തം സഫലമായി തീരാൻ അഖിലാദിനായക തവ തിരു മുൻപിൽ അഭയമായി നിത്യവും പണിയുന്നു ഞങ്ങൾ സമരാനി തൃഷ്ണകളാകവേ നീക്കി സമതയും ശാന്തിയും ക്ഷേമവും തിങ്ങി ജനതയും കൈകോർത്തിണങ്ങി ജനിത സൗഭാഗ്യത്തിൻ ഗീതം മുഴങ്ങി നരലോകമെപ്പോഴും ആനന്ദം തേടി വിജയിക്ക നിന്തിരുനാമങ്ങൾ പാടി അഖിലാണ്ട മണ്ഡലമണിയിച്ചൊരുക്കി അതിനുള്ളിലാനന്ദ ദീപം കൊളുത്തി പരമാണു പൊരുളിലും സ്ഫുരണമായി മിന്നും പരമപ്രകാശമേ ശരണം നീയെന്നും. താങ്ക് യു സർ. ഓക്കെ, വെൽക്കം ആര്യ. ഈ പാട്ട് കേൾക്കുമ്പോൾ ഒരുപാട് പഴയകാല ഓർമ്മകളൊക്കെ വരും. പഴയ 5ാം ക്ലാസ് 5th സ്റ്റാൻഡേർഡും 6th സ്റ്റാൻഡേർഡും ഒക്കെ ഓർമ്മ വരും. ഓക്കെ, ആര്യ പാടിയപ്പോൾ ഞാൻ അവിടം വരേക്ക് പോയിട്ട് വരികയായിരുന്നു. യെസ്, then thought of the day. Sir, thought of the day. Yes, okay, Vichi. Relationship are not exams to pass or fail and not a competition to win or lose, but it's a feeling in which you care for someone more than yourself. Thank you. Yes, very good. Yes, then signing on. Silence, sir. Clap your hands. Yes, okay. Clap your hands. Clap your hands. Listen to the music and clap your hands. Roll your hands. Roll your hands. Listen to the music and roll your hands. Stamp your feet. Stamp your feet. Listen to the music and stamp your feet. Jump up high. Jump up high. Listen to the music and jump up high. Turn around. Turn around. Listen to the music and turn around. Thank you, sir. Okay, Signing very off. good. Okay, Soumya, very good.
Okay. Yes. Now let us start. About we are going to discuss. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് കണ്ടീഷണൽ ക്ലോസ് എന്ന് പറയുന്ന സെന്റൻസിനെ കുറിച്ചായിരുന്നു. അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പൊ നമ്മൾ ഇന്ന് അടുത്ത ഒരു യൂണിറ്റിലേക്ക് വരികയാണ്. യൂണിറ്റ് നമ്പർ 7 ആണ്. നൗൺ ആൻഡ് നൗൺ ഫ്രേസസ് എന്ന് പറയുന്ന ഒരു സംഗതിയിലേക്കാണ് നമ്മൾ ഡിസ്കസ് നമ്മൾ പോകുന്നത്. യൂണിറ്റ് നമ്പർ 7, നൗൺ ആൻഡ് നൗൺ ഫ്രേസസ്. ഓക്കെ. യെസ്, വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ അതിൻ്റെ അകത്ത്. യെസ്, ഓക്കെ. അപ്പോ ഇതിനു മുമ്പ് ഉള്ള ക്ലാസ്സിൽ ഞാൻ പറഞ്ഞപ്പോ സബോർഡിനേറ്റ് ക്ലോസ് എന്താണ്, മെയിൻ ക്ലോസ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്യണം പറഞ്ഞത്. ഒരു സെന്റൻസ് പറയുമ്പോൾ ആ സെന്റൻസിനെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് നമ്മൾ ഫോം ചെയ്ത് തിരിച്ചു കഴിഞ്ഞാൽ ആ ഓരോ ഭാഗത്തെയുമാണ് നമ്മൾ ക്ലോസ് എന്ന് പറയുന്നത്. CLAUSE ക്ലോസ് എന്ന് പറയുന്നത്. ക്ലോസ്. ആ ക്ലോസുകളെ തന്നെ വി ക്യാൻ ഡിവൈഡ് ഇൻടു 2, രണ്ടായിട്ട് വിഭജിക്കാം. ഒന്നിനെ മെയിൻ ക്ലോസ് എന്നും രണ്ടാമത്തേതിനെ സബോർഡിനേറ്റ് ക്ലോസ് എന്നും പറയുന്നു. മെയിൻ ക്ലോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മീനിങ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ അതിനെയാണ് മെയിൻ ക്ലോസ് എന്ന് പറയുന്നത്. മീനിങ് ഇൻകംപ്ലീറ്റ് ആണെങ്കിൽ അതിനെയാണ് നമ്മൾ സബോർഡിനേറ്റ് ക്ലോസ് എന്ന് പറയുന്നത്. ജസ്റ്റ് ഞാൻ പറഞ്ഞത് മാത്രമേ. യെസ്, ചിലപ്പോൾ ഇതിനകത്ത് എവിടെയെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്യാൻ വേണ്ടി ഞാൻ സൂചിപ്പിച്ചത്. യെസ്, ഓക്കെ. അപ്പൊ നമുക്ക് ആദ്യം പറയാം നൗൺ എന്താണെന്ന് പറയാം. ഇതിനു മുമ്പ് നമ്മൾ ഫ്രേസൽ വെർബ് എന്ന് പറയുന്ന സംഗതി തുടക്കത്തിൽ നമ്മൾ നോക്കിയിട്ടുണ്ട്. അതിന്റെ തന്നെ വേറൊരു ഭാഗമാണ് ഫ്രേസൽ നൗൺ ഫ്രേസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. അപ്പൊ നമുക്ക് വിഷയത്തിലോട്ട് വരാം. നമുക്കറിയാം നൗൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നൗൺ മീൻസ് നാമം എന്നതിന്റെ മലയാളത്തിലെ അർത്ഥം. ഒരു വസ്തുവിന്റെയോ ഒരു സ്ഥലത്തിന്റെയോ ഒരു സംഗതിയുടെയോ ഒരു പേരിനെ കുറിക്കുന്നതിന് നമുക്ക് ഇത് പറയാം നൗൺ എന്ന് പറയാം. നൗൺ, ദ നെയിം ഓഫ് എ പേഴ്സൺ, നെയിം ഓഫ് എ തിങ്, നെയിം ഓഫ് എനിത്തിങ്, ദാറ്റ് ഈസ് നൗൺ. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നൗൺ എന്ന് പറയുന്നത്. യെസ്. ഇപ്പോ അഖില, അഖില എന്ന് പറയുമ്പോൾ ഒരു പേരല്ലേ? അപ്പൊ നമുക്കത് പറയാം അഖില എന്നുള്ളത് എന്താണ്? ഒരു നൗണാണ്. യെസ്. ഇനി അപ്പൊ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വേറൊരു TV, ഫ്രിഡ്ജ്, ഇതെല്ലാം നൗണാണ്. കാരണം ഇതെല്ലാം എന്തിനെ കുറിക്കുന്നതാണ്? ഒരു പേരിനെ കുറിക്കുന്നതാണ്. അപ്പൊ പേരിനെ കുറിക്കുന്നതിന് നമുക്ക് എന്ത് പറയാം? നൗൺ എന്ന് പറയും. നെയിം ഓഫ് എനിത്തിങ്. അതാണ് നൗൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ. നൗൺ മീൻസ് ദ നെയിം ഓഫ് എ പേഴ്സൺ, ദ നെയിം ഓഫ് എ തിങ് ഓർ നെയിം ഓഫ് എനിത്തിങ്. യെസ്, ഇതവിടെ നിന്നല്ലേ നൗൺ എന്താ നമുക്ക് അറിയാവുന്നത്. യെസ്, ഞാൻ അതിന്റെ ശേഷം ഒരു വാചകം എഴുതുകയാണ്. എനിക്കും വാചകം ഇതാണ്. രാമു ഈസ് എ ഗുഡ് ബോയ്. രാമു ഈസ് എ ഗുഡ് ബോയ്. ഓക്കെ. ഇവിടെ ഞാനൊരു വാചകം പറഞ്ഞു, രാമു ഈസ് എ ഗുഡ് ബോയ്. നമ്മൾ ഈ വാചകത്തെ ഒന്ന് ഡിവൈഡ് ചെയ്ത് അലകും പിടിയൊക്കെ ഒന്ന് തിരിച്ച് ഒന്ന് സ്പെസിഫിക് ആയിട്ട് നമുക്ക് നോക്കാം. അപ്പോ നമ്മുടെ വാചകം ഇതാണ്, രാമു ഈസ് എ ഗുഡ് ബോയ്. രാമു എങ്ങനെയുള്ള മനുഷ്യനാണ്? നല്ലൊരു ബോയ് ആണ്. അപ്പോ ഷമീന. Yes, sir. How are you, Shamina? I'm fine, sir. Very good, very good. Where are you from, Shamina? Trishur. Trishur. Which is your favorite color? Red. Red. Which is your favorite dish? Biryani. Biryani. Which type of biryani you like most? Chicken. Chicken biryani. Yes. Very good, very good. Do you know how to prepare? എനിക്ക് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ അറിയാം എന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞേ. I know to cook chicken biryani. Yes. ഇതാണ് ഷമീന വളരെ നിഷ്കളങ്കയായ ഒരു പെൺകുട്ടി ആയതുകൊണ്ടും മനസ്സിൽ കളങ്കമില്ലാത്തതുകൊണ്ട് കറക്റ്റ് അങ്ങനെയാണ് പറഞ്ഞത്. എനിക്ക് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ അറിയാം. ഐ നോ ടു കുക്ക് ഫുഡ്. പക്ഷെ ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഓക്കെ, ലിനിയും നല്ല നിഷ്കളങ്കയായ കുട്ടിയാണ്. ഇംഗ്ലീഷിൽ പറയുമ്പോൾ നമുക്ക് എന്ത് വേണം? എനിക്ക് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ അറിയാമെന്ന് പറയരുത്. എനിക്ക് എങ്ങനെ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കണം എന്നറിയാം, അങ്ങനെ പറയാം.
അപ്പൊ അതിന്റെ അകത്തൊരു പേരും കൂടി അഡീഷണൽ ചേർക്കണം. അപ്പൊ ഏത് വേർഡായിരിക്കും ഷെമീന അതിന്റെ അത് വരാം? I know how to cook chicken biryani. That is correct. അതാണ് കറക്റ്റ്. I know how to make chicken biryani. I know how to make a cup of tea. Yes, അല്ല അവിടെ ഹൗ നമ്മൾ ചേർക്കില്ല. ഹൗവും കൂടി വരുമ്പോഴാണ് സ്റ്റാൻഡേർഡ് ആയിട്ട് എങ്ങനെ ബിരിയാണി ഉണ്ടാക്കണമെന്ന് എനിക്കറിയാം. യെസ്. അപ്പൊ ഓക്കെ ഷമീന, അപ്പോ നമുക്കിവിടെ ബിരിയാണിയുടെ പ്രശ്നം, നമുക്കിവിടെ നോൺ ഫ്രൈസിലോട്ട് വരികയാണ്. അപ്പൊ രാമു ഈസ് എ ഗുഡ് ബോയ് എന്നൊരു വാചകം ഷമീന്റെ മുന്നിൽ കിടപ്പുണ്ട്. രാമു എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് പറയാം. നമുക്ക് ഇതേപോലെ നൗണാണ്, സബ്ജക്റ്റ് ആണ്, വെർബാണ്, ഒബ്ജക്റ്റ് ആണ്, അങ്ങനെ കുറെ കേസ് പറയൂലേ. രാമു എന്ന് പറയുമ്പോൾ എന്തായിരിക്കും അത്? Noun ആണ് sir. നൗണാണ് അല്ലേ? അപ്പൊ നമുക്ക് പറയാം രാമു എന്നുള്ളത് നൗണാണ് നമുക്ക് പറയാം. ഈസ് എന്നുള്ളത് എന്താണ്? ഈസ് ആകുന്നു. Verbal. വെർബാണ്. വെർബ് അല്ലേതല്ല, വെർബാണ്. ഈ സാമ്പാർ വാസു വേറൊക്കെ വെർബാണ്. അപ്പൊ ഈസ് എന്നുള്ള വെർബാണ്. ഗുഡ് എന്നുള്ളതോ Subject. ഒബ്ജക്റ്റ് അല്ല, വേറൊരു വാക്കുകൾ പറയും. ഗുഡ് ഗുഡ് Subject. അല്ല, അവിടെ നിൽക്കട്ടെ. ഗുഡ് അവിടെ നിൽക്കട്ടെ. ഗുഡ് പിടിച്ച് ചിലപ്പോൾ കൺഫ്യൂഷൻ വരും. ബോയ് എന്നുള്ളതാ. ഗുഡ് അവിടെ നിൽക്കട്ടെ. ബോയ് എന്നുള്ളതാ. അത് നൗണാണ്. അത് നൗൺ തന്നെയാണ്. അപ്പോ രാമു എന്ന് പറയുമ്പോ അതൊരു നൗണാണ്. ഈസ് എന്ന് പറയുമ്പോ വെർബാണ്. ഗുഡ് എടുത്തല്ല, അതവിടെ വെച്ചേക്കാണ്. ബോയ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പേരല്ലേ, ബോയ്. യെസ്, ഓക്കെ രഞ്ജിത. ബോയ് എന്ന് പറയുമ്പോൾ ഒരു നൗണാണ്. ആ നൗണിനെ വിശേഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അതിന് തൊട്ട് മുന്നിൽ എന്ത് പറഞ്ഞിരിക്കുന്നത്? ഗുഡ് ആയിട്ടുള്ള ബോയ് അല്ല, നൗൺ വിശേഷിപ്പിക്കാണ്. അതിനെ പറയുന്നത് നേരത്തെ രഞ്ജിത പറഞ്ഞ പേരാണ്. അതിനെ പറയുന്ന പേരാണ് അഡ്ജക്റ്റീവ്. അഡ്ജക്റ്റീവ്. അപ്പൊ നമുക്കിവിടെ അതൊന്നും ആവശ്യമില്ല. ഞാൻ വെറുതെ ഇങ്ങനെ പറഞ്ഞപ്പോ അത് മുഴുവൻ പറഞ്ഞു പോയെന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ നമ്മൾ ഒരു സെന്റൻസിന്റെ തുടക്കത്തിലും ഇടയ്ക്കൊക്കെ നമ്മൾ ഒബ്ജക്റ്റും കാണാം. അപ്പൊ നമുക്കിവിടെ നൗൺ കാണാം. ആദ്യം നമ്മൾ പറഞ്ഞു രാമു ഈസ് എ ഗുഡ് ബോയ്. രാമു ഈസ് എ ഗുഡ് ബോയ് എന്ന് പറയുമ്പോൾ രാമു എന്നുള്ളത് എന്താണ്? നൗൺ ആണെന്ന് പറഞ്ഞു. രാമു പേരല്ലേ. അപ്പൊ രാമു ഈസ് എ ഗുഡ് ബോയ്. യെസ്. അപ്പൊ ഓക്കെ ഷെബീന, യുവർ ആൻസർ ഈസ് റൈറ്റ്. യുവർ ആൻസർ ഈസ് വെരി ഗുഡ്. Ramsina. Yes, sir. How are you, Ramsina? Fine, sir. Yes. And why your sound is very low sound? Okay. No problem. Very good, very good. Okay, Ramsina. How was your honor celebration? Good. Okay, Jofi, unit 7. Okay, okay. യെസ്. അപ്പൊ അവിടെ നോക്കി നമ്മളിവിടെ പറഞ്ഞു വരുന്നത്, അപ്പൊ റംസീനയുടെ കണ്ണുകൾ മനോഹരമാണ്. ഞാനിവിടെ നിന്നാണ് ഊഹിക്കുന്നത്. അപ്പൊ റംസീന മനസ്സിലെന്ന് പറയും അത് ഊഹിക്കുന്ന സാറേ അത് കറക്റ്റാണ് എന്ന് പറയും അല്ലേ? റംസീനയുടെ കണ്ണുകൾ മനോഹരമാണ്. ആ റംസീന എന്നുള്ളൊരു വാക്ക് ഞാനൊന്ന് മാറ്റിയിട്ട് പകരം ഞാൻ പറയണ ഐസ്. ഐസ് ആർ ബ്യൂട്ടിഫുൾ എന്ന് പറയണം. Eyes are beautiful. How are you saying? EYES. EYES. Eyes are beautiful. Yes. EYES. Eyes are beautiful. അപ്പൊ നോക്കിയേ, ഇതിന്റെ അകത്ത് ഐസ് ആർ ബ്യൂട്ടിഫുൾ എന്ന് പറയുന്നതിന്റെ ആ സെന്റൻസിന്റെ അകത്ത് നൗൺ ഏതാണെന്ന് പറയാമോ? ഐസ് കറക്റ്റ് ആണ്. കണ്ണുകൾ അത് പേരല്ലേ, കണ്ണുകൾ. യെസ്. അപ്പോ കണ്ണുകൾ മനോഹരമാണ്. ഞാൻ പറയുകയാണ് റംസീനയുടെ കണ്ണുകൾ നീല കണ്ണുകളാണ്. അതുകൊണ്ട് ഈ ഐസ് എന്ന് എഴുതിയേക്കുന്നതിന്റെ തൊട്ടു മുന്നിൽ ഞാൻ വേറൊരു വേർഡ് കൂടി ചേർത്തു. ബ്ലൂ ഐസ് ആർ ബ്യൂട്ടിഫുൾ. ബ്ലൂ ഐസ് ആർ ബ്യൂട്ടിഫുൾ. ഇനി ഞാൻ ചോദിക്കുന്നത് റംസീന, ഇപ്പൊ സബ്ജക്റ്റ് ഏതാണ്? അല്ലെങ്കിൽ ഇപ്പൊ നൗൺ ഏതാണ്? സോറി സബ്ജക്റ്റ് ഇപ്പൊ നൗൺ ഏതാണ്? Blue eyes. അല്ല, നീലക്കണ്ണുകൾ.
അല്ലാണ്ട് ബ്ലൂ മാത്രമല്ല സബ്ജക്റ്റ്, ബ്ലൂ ഐസ്. അപ്പൊ എന്താണ്? നീലക്കണ്ണുകൾ. യെസ്, വീണ്ടും ഞാൻ പറയുന്നു, റംസിനിയുടെ കണ്ണുകൾ നീലക്കണ്ണുകൾ മാത്രമല്ല, അത് വലുതാണ്. അപ്പൊ ഞാൻ ആ ബ്ലൂ എന്നുള്ളതിന് തൊട്ട് മുമ്പിൽ ഒരു വേർഡ് കൂടി ചേർക്കുകയാണ്, ലാർജ് ബ്ലൂ ഐസ്. ഇനി ഞാൻ റംസിനോട് ചോദിക്കുകയാണ്, ഇപ്പൊ നൗൺ ഏതാണ്? ലാർജ് ബ്ലൂ ഐസ്. ലാർജ് ബ്ലൂ ഐസ്. അപ്പൊ നമുക്ക് പറയാം, ഒരു നൗൺ എന്ന് പറയുമ്പോൾ അത് ഒരു വാക്കാകണമെന്നില്ല. ഒരു വാക്ക് ആകാം, ഇനി ഒന്നിലധികം വാക്കുകൾ വരെ. ഇപ്പൊ നോക്കിയാൽ ഇവിടെ ബ്ലൂ ഐസ് എന്ന് പറയുമ്പോൾ ബ്ലൂ ഐസ് 2 വേർഡായി. ലാർജ് ബ്ലൂ ഐസ് എന്ന് പറയുമ്പോൾ ലാർജ് ബ്ലൂ ഐസ് 3 വേർഡായി. അങ്ങനെ ഒരു നൗൺ എന്ന് പറഞ്ഞാൽ ഒന്നിലധികം വാക്കുകൾ കൊണ്ട് സൂചിപ്പിച്ചാൽ അതിനെ പറയുന്ന പേരാണ് നൗൺ ഫ്രേസ്. സിമ്പിൾ അല്ലേ? ഐസ് ഓർ ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൗൺ ഫ്രേസ് അല്ല, കാരണം ഐസ് ഒരു വാക്കുള്ളൂ നൗൺ ആയിട്ട്. നേരം ബ്ലൂ ഐസ് എന്ന് പറയുമ്പോഴോ നീലക്കണ്ണുകൾ എന്ന് പറയുമ്പോഴോ 2 വേർഡായി. നമുക്കത് പറയാം, എന്ത് പറയാം? നൗൺ ഫ്രേസ്. ബ്ലൂ ഐസ് എന്നുള്ളത് നൗൺ മാത്രമല്ല, നൗൺ ഫ്രേസും കൂടിയാണ്, കാരണം ഒന്നിലധികം വാക്കുകൾ. ലാർജ് ബ്ലൂ ഐസ് എന്ന് പറയുമ്പോഴും 3 വേർഡായി, അപ്പോഴും അതെന്താണ്? നൗൺ ഫ്രേസ് ആണ്. അപ്പൊ വാട്ട് ഈസ് മീൻ ബൈ നൗൺ ഫ്രേസ് എന്ന് ചോദിച്ചാൽ, ഒന്നിലധികം വാക്കുകൾ ഉപയോഗിച്ച് ഒരു നൗൺ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെയാണ് നൗൺ ഫ്രേസ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മളിവിടെ ബ്ലൂ ഐസ് എന്ന് പറയും. നമ്മൾ സാധാരണ ഒരു പൂച്ചക്കണ്ണെന്ന് പറയാറ്. പൂച്ചക്കണ്ണ് എന്നുള്ളതിന്റെ ഒരു മലയാളമായിട്ട് പറയുന്ന ഒരു വാചകമുണ്ട്, ഗജമുഖ വാഹന ഋഗുനയനം. കേട്ടിട്ടുണ്ടോ? അതൊരു സംഗതി കേട്ടിട്ടുണ്ടോ? സുറുമി കേട്ടിട്ടുണ്ടല്ലേ? യെസ്. ഗജം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ആന. ഗജമുഖം, ആനയുടെ മുഖത്തോട് കൂടിയത്. അതാരാണത്? ഗണപതി. ഗജമുഖ വാഹന, ആ ഗണപതിയുടെ വാഹനം എലി. രിപു മീൻസ് ശത്രു, എലിയുടെ ശത്രു പൂച്ച. നയനം, കണ്ണുകൾ, പൂച്ചക്കണ്ണുകൾ. അപ്പൊ പൂച്ചക്കണ്ണുകൾ എന്നുള്ളത് നമുക്ക് എന്താ പറയാ? ഗജമുഖ വാഹന ഋഗുനയനം, അല്ലെങ്കിൽ പൂച്ചക്കണ്ണ് ഗജമുഖ വാഹന ഋഗുനയനം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാനിപ്പോ ബ്ലൂ ഐസ് എന്ന് പറഞ്ഞപ്പോ വെറുതെ ഇങ്ങനെ പറഞ്ഞു പോയതാണ്. ഓക്കെ, അപ്പൊ അത് സംഭവം പിടികിട്ടിയല്ലോ. യെസ്, സിമ്പിൾ ആയിട്ട്. ഓക്കെ, വെരി സിമ്പിൾ ആയിട്ട്. യെസ്, ഓക്കെ, നമ്മളത് മനസ്സിലാക്കി വെച്ചാൽ മതി. സ്വിച്ചിന്റെ മലയാളം പറഞ്ഞ പോലെ എന്തോ? സ്വിച്ചിന്റെ മലയാളം പറഞ്ഞതുപോലെ ആയിപ്പോയി എന്ന് പറയാം. സ്വിച്ചിന്റെ മലയാളം അല്ലേ? വൈദ്യുത ആഗമന നിഗമന നിയന്ത്രണ യന്ത്രം. യെസ്, വൈദ്യുത ഗമനാഗമന നിയന്ത്രണ യന്ത്രം. അതുപോലെ തന്നെ സബ് ഇൻസ്പെക്ടർ എന്ന് പറയും. സബ് ഇൻസ്പെക്ടർ, ആ സബ് ഇൻസ്പെക്ടർ എന്നുള്ളതിന്റെ മലയാളം എന്താണെന്നറിയാമോ? ചെറുകിട കുറ്റാന്വേഷകർ എന്നാണ്. നിങ്ങൾ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു പരാതി എഴുതി കൊടുക്കും, ബഹുമാനപ്പെട്ട ചെറുകിട കുറ്റാന്വേഷക എന്ന് പറഞ്ഞ് എഴുതി കൊടുക്കും. അപ്പോ സർക്കിൾ ഇൻസ്പെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വൻകിട കുറ്റാന്വേഷകൻ. അതിനോടൊപ്പം തന്നെ ടൈപ്പ്റൈറ്ററിന്റെ മലയാളം മുദ്രണീ യന്ത്രം എന്നാണ്. മുദ്രണീ യന്ത്രം. സൈക്കിളിന്റെ മലയാളം ഇരുചക്ര ശകടം എന്നാണ്. ഇരുചക്ര ശകടം. അങ്ങനെ കുറെ വാക്കുകളുണ്ടായിരുന്നു മുമ്പ്, ഞാനൊക്കെ ഓർത്തു വെക്കുമായിരുന്നു. യെസ്, ഇപ്പൊ ഇവിടെ റംസീൻ അത് എടുത്തിട്ടതിന്റെ പേരില് ഞാൻ പറഞ്ഞത് മാത്രമാണ്. റംസി തകർപ്പനല്ലേ? യെസ്, ഓക്കെ. വെരി ഗുഡ്. അപ്പൊ അത് ഇവിടെ കിട്ടിയാലോ? ഒരു വാക്കാണെങ്കിൽ നമ്മൾ അതിനെ നൗൺ എന്ന് പറയും. ഒന്നിലധികം വാക്കുകൾ ഉണ്ടെങ്കിൽ നമുക്ക് അതിനെന്ത് പറയാം? അതിന്റെ നൗൺ ഫ്രേസ് എന്ന് പറയാം. ഈ ഒരു കാര്യം നമ്മൾ ഓർത്തിരുന്നാൽ മതി. യെസ്, ഈ വേറൊരു വാചകം ഞാൻ പറയുന്നു. ഹെയർ സക്സസ് ഇരിക്കും. ഹെയർ സക്സസ്. സാർ ഒന്നും കൂടെ പറയോ? ഹെയർ, HER, സക്സസ്, SUCCESS. Her success is hard work. Her success is hard work. Okay. Her success is hard work. Soumya,
സൗമ്യ ഉദയകുമാർ. Yes, sir. സൗമ്യ Yes, sir. ശബ്ദം പോരാട്ടോ, ഒന്നുകൂടി ശബ്ദത്തിൽ കൂട്ടിക്കോ. ഓക്കെ സൗമ്യ, ഹൗ ആർ യു? വെരി, ഐ തിങ്ക് യു ആർ വെരി ഫൈൻ. Fine, sir. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ ഞാനിപ്പോ പറഞ്ഞ സക്സസ് ഈസ് ഹാർഡ് വർക്ക് ഒരു നൗൺ ഫ്രേസ് കിടക്കും. അത് ഏതാന്ന് പറയാം. Her noun അല്ലേ sir? ഹെയർ അവിടെ ഇല്ലാതെ വിചാരിക്കും. ബാക്കി ഒന്ന് ചിന്തിച്ചു നോക്കിയേ. സക്സസ് ഈസ് ഹാർഡ് വർക്ക് അല്ലേ? ഓക്കെ ആര്യ, സക്സസ് ഈസ് ഹാർഡ് വർക്ക്. സക്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഹാർഡ് വർക്കാണ്. ആ സക്സസിന് ഇപ്പോഴൊരു വേർഡ് വിളിച്ചിട്ടുണ്ട്, ഹെയർ സക്സസ്, അവളുടെ വിജയം. യെസ്. അപ്പൊ അതിനകത്ത് നൗൺ ഫ്രേസ് ആയിട്ട് ഇപ്പൊ നൗണായിട്ട് വരുന്ന വേർഡ് ഏതാണ്? Hard work. Success. ഒന്നുകൂടി ആലോചിക്കും. നേരത്തെ പറഞ്ഞ പോലെ ഐസ്, ബ്ലൂ ഐസ്, എന്തോ സൗമ്യയുടെ നെറ്റ് പോകുന്നുണ്ടോ? ഓക്കെ ഷമീന, ഹെയർ സക്സസ് എന്താണ്? Her success. ഹെയർ സക്സസ്, അതാണ് നമുക്ക് നൗൺ ഫ്രേസ് ആയിട്ട് പറയാം. എന്തുകൊണ്ട് അത് നൗൺ ഫ്രേസ് ആയിട്ട് പറയാൻ പറയാ? രണ്ട് വേർഡ് ഉണ്ട് അതിനകത്ത്. ഒന്ന് ഹെയർ ഉണ്ട്, പിന്നെ അടുത്തതുണ്ട് സക്സസ് ഉണ്ട്. ഓക്കെ മീഡിയ, രണ്ട് വേർഡ് വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? അത് നൗൺ ഫ്രേസ്. അപ്പൊ നമുക്ക് പറയാം അവളുടെ വിജയം എന്ന് വെച്ചാൽ എന്താണ്? ഹാർഡ് വർക്കാണ്, കഠിനാധ്വാനമാണ്. ഞാൻ ആ ഹെയർ എന്നുള്ളതിന് തൊട്ടിപ്പുറത്ത് വേറെ രണ്ട് വേർഡും കൂടി ചേർക്കുകയാണ്. The secret of her success is hard work. ഞാൻ അതിന്റെ ഇപ്പുറത്ത് ചേർക്കുന്നു, the secret of her success is hard work. ഓക്കെ സൗമ്യ, ഇപ്പൊ പറയൂ, ഇപ്പൊ ഉള്ള നൗൺ ഫ്രേസ് എവിടെ നിന്ന് എവിടം വരെയാണ്? The secret തുടങ്ങുന്നു sir. The secret of her success. അപ്പൊ എത്ര വേർഡായി? ദി ആയി, സീക്രട്ട് ആയി, ഓഫ് ആയി, ഹെയർ ആയി, സക്സസ് ആയി. ഒന്നിലധികം വാക്കുകൾ ഉപയോഗിച്ച് ഒരു നൗൺ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നമ്മൾ എന്ത് പറയണം? നൗൺ എന്ന് പറയരുത്, പകരം പറയേണ്ട പേര് എന്താണ്? നൗൺ ഫ്രേസ് എന്ന് പറയും. സിമ്പിൾ അല്ലേ? ഓർത്തിരിക്കാൻ പറ്റില്ലേ? യെസ്, വെരി 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 സിമ്പിൾ. ഓക്കെ ഓക്കെ. അടുത്ത ചോദ്യം സനീഷ. ചോദ്യം ഞാൻ സെന്റൻസ് പറയും. ഓക്കെ ഓക്കെ. Book is good. Book is good. ഓക്കെ. ഇതിന്റെ അകത്ത് നൗൺ ഫ്രേസ് ഉണ്ടോ സനീഷ? ഉണ്ടെങ്കിൽ ഏതാണ്? ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറഞ്ഞു. ഇല്ല. യുവർ ഒബ്സർവേഷൻ ഈസ് റൈറ്റ്, കറക്റ്റ് ആണ്. കാരണം ബുക്ക് ഇവിടെ പറഞ്ഞേക്കുന്നത് എന്താണ്? ബുക്ക് എന്നൊരു വേർഡുള്ളൂ അല്ലേ? അപ്പൊ അത് വരില്ല. ഞാനൊന്ന് മാറ്റുകയാണ്. അതിന് തൊട്ട് മുന്നിൽ അടുത്തൊരു വേർഡ് കൂടി ചേർക്കുന്നു. എനിക്ക് റീഡിങ് ദ ബുക്ക് ഈസ് ഗുഡ്. Reading the book is good. അപ്പൊ എന്തായി? പുസ്തകം. ഇനി പറയൂ സനീഷ, ഇപ്പോൾ ഉള്ള നൗൺ ഫ്രേസ് ഉണ്ടോ? ഉണ്ടെങ്കിൽ ഏതാണ്? റീഡിംഗ് ദ ബുക്ക്. യെസ്, പുസ്തക വായന ഈസ് ഗുഡ്, നല്ലതാണ്. റീഡിങ് ദ ബുക്ക് ഈസ് ഗുഡ്. ഓക്കെ ലിനി, കറക്റ്റ് ആണ്. യെസ്, ജോഫി കറക്റ്റ് ആണ്, റീഡിങ് ദ ബുക്ക്. അപ്പൊ നമുക്ക് അതിനെന്ത് പറയാം? നൗൺ ഫ്രേസ് പറയാം. അപ്പൊ ഇതിന്റെ പരീക്ഷയ്ക്ക് ഇതിന്റെ ചോദ്യം വരുമ്പോൾ ഒരു സെന്റൻസ്, ആ സെന്റൻസ് തന്നിട്ട് ഫൈൻഡ് ദ നൗൺ ഫ്രേസ് ഫ്രം ദാറ്റ്. ഇപ്പോ ഈ എക്സാമ്പിൾ എടുക്കും. റീഡിങ് ദ ബുക്ക് ഈസ് ഗുഡ് എന്ന് പറയുന്ന സെന്റൻസ് തരികയാണ്. എന്നിട്ട് ഇതിന്റെ അകത്ത് നൗൺ ഫ്രേസ് എഴുതാൻ പറയും. അടിയിൽ 3 ആൻസർ ഉണ്ടാവും. ഒരെണ്ണം റീഡിങ് ദ ബുക്ക് എന്നായിരിക്കും, അടുത്തത് ബുക്ക് ഈസ് എന്നായിരിക്കും, മറ്റേത് ഒരു പക്ഷേ ബുക്ക് ഈസ് ഗുഡ് എന്നായിരിക്കും. ABC എന്ന് പറയുന്ന 3 ആൻസർ ഉണ്ടാവും. ആ ആൻസറിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? നൗൺ ഫ്രേസ് കണ്ടുപിടിക്കും. ഇനി
ഇത്രയും നേരം ഞാൻ ഈ പറഞ്ഞതിൽ നിന്നും നിങ്ങൾക്ക് ഞാൻ പറയാതെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ള വേറെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? ബുദ്ധിയുള്ള ആർക്കെങ്കിലും ഇതിപ്പോ സാറ് പറഞ്ഞോണ്ട് ഇത്രയും കഷ്ടപ്പെട്ട കാര്യമില്ല, ഇതിപ്പോ നമുക്ക് കണ്ടുപിടിക്കാൻ വേറെ ടെക്നിക്ക് ഉണ്ട് എന്ന് പറയില്ലേ? എന്ന് പറഞ്ഞ പോലെ നിങ്ങൾ കണ്ടെത്തിയ ടെക്നിക്ക് സബ്ജക്റ്റ് എങ്ങനെ അവർക്ക് എങ്ങനെ കണ്ടുപിടിക്കാന്നുള്ളതിന് എന്തെങ്കിലും വേർബിന് തൊട്ട് മുന്നേ ഉള്ളത്. വെരി ഗുഡ് റംസീന. യെസ്, കറക്റ്റ്, വെരി ഗുഡ്, ഐ അപ്രീഷിയേറ്റ് യു. എല്ലാ സെന്റൻസിന്റെയും ഈസ്, ആമ്, ആറ് തൊട്ട് മുമ്പ് വരെ വരുന്നതായിരിക്കും എന്ത്? ഈ നൗൺ ഫ്രേസ്. യെസ്, ഓക്കെ ഓക്കെ റംസീന. അത് നമ്മൾ ഇങ്ങനെ നോക്കിക്കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇതിനകത്ത് ഞാൻ ആദ്യം കാര്യം പറഞ്ഞു, ഇതിനെക്കുറിച്ച് ആദ്യം ഞാൻ റംസീന പറഞ്ഞ പോലെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളൊക്കെ ആ വഴിക്ക് വരും. അപ്പൊ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്തത്? ഈ സംഗതിയെ കുറിച്ച് പറഞ്ഞത്. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, അപ്പോ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. വാട്ട് ഈസ് മീൻ ബൈ നൗൺ, വാട്ട് ഈസ് മീൻ ബൈ നൗൺ ഫ്രേസ്. എന്താണ് നൗൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, നൗൺ ഫ്രേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഓക്കെ, ഇനി ആൻമരിയ. Yes, sir. How are you, Anmaria? Fine, sir. Very good, very good, very good. Yes, okay, okay, okay. Yes, Anmaria, where are you from? From Thrissur, Mala. Mala, yes. Is it a city or village? My village. My place in village. Yeah, you are living in village. Okay, okay, okay. ഞാനപ്പോൾ നിങ്ങൾക്ക് മുന്നിൽ ഒരു തോട്ട് വെക്കുക, ഓരോരുത്തരും അവരവരുടെ അഭിപ്രായം പറയും. സംഭവം ഇതാണ്, വാട്ട് ഡു യു പ്രിഫർ, അല്ലെങ്കിൽ വേർ യു വാണ്ട് ടു ലിവ്. നിങ്ങൾ എവിടെയാണ് ജീവിക്കാൻ ആഗ്രഹിക്കുന്നത്? നിങ്ങൾക്ക് സിറ്റിയിൽ താമസിക്കാം, ഓർ യു ക്യാൻ ലിവ് ഇൻ വില്ലേജ്, വില്ലേജിൽ താമസിക്കാം. രണ്ടിനും രണ്ടിൻ്റെതായ ഗുണങ്ങളുണ്ട്, ദോഷങ്ങളുണ്ട്. ഇത് പരിഗണിച്ചിട്ട് നിങ്ങൾ ഉത്തരം പറയണം. നിങ്ങൾക്ക് ആ ഉത്തരം എന്തുവേണമെങ്കിലും കൊടുക്കാം. ഐ പ്രിഫർ വില്ലേജിൽ because there is great bond among the people, a lot of feast, Tirunal also lot of feast, and there is a great intimacy among the people, love, affection, relationship so deep among the village people. ഇനി അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാം, I prefer city life because it provides better opportunities, better transport facilities, better medical facilities, and all these things that can be seen there. But depending upon the merit and demerit of city life and village life, you can select one. നിങ്ങൾക്ക് അതിൽ നിന്ന് ഒരെണ്ണം തിരഞ്ഞെടുക്കാം. ഓരോരുത്തരും അവരവരുടെ പോയിന്റിന്റെ നിങ്ങൾ ഏതാണ് തിരഞ്ഞെടുക്കണമെന്ന് ആദ്യം എഴുതുക. എഴുതി കഴിഞ്ഞതിന് ശേഷം അതിനെ സാധൂകരിക്കാൻ പറ്റുന്ന, ഡിഫെൻഡ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് പോയിന്റ്സ് കണ്ടുപിടിക്കുക. എന്തുകൊണ്ടാണ്, വൈ ഡു ഐ പ്രിഫർ, യെസ്, എന്തുകൊണ്ടാണ് ഞാൻ സിറ്റി ലൈഫ്, എന്തുകൊണ്ടാണ് ഞാൻ വില്ലേജ് ലൈഫ് ഇഷ്ടപ്പെടുന്നത്? നിങ്ങളുടേതായ കാരണങ്ങൾ നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. ആ കാരണങ്ങളാണ് നിങ്ങൾ പ്രസന്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോ ഒരു 5 മിനിറ്റ് സമയം ഞാൻ നിങ്ങൾക്ക് തരികയാണ്. നിങ്ങളുടെ ചിന്തകൾ ഉണരട്ടെ, ആ ചിന്തകളിൽ നിന്ന് പുതിയ പുതിയ ideas varate. Yes, where you want to live. I prefer village life, I prefer city life because the reasons. You can give the reasons. നിങ്ങൾ പറയുന്നത് എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, നിങ്ങൾക്ക് അത് എക്സ്പ്ലെയിൻ. ഇതിലിപ്പോൾ നമ്മൾ പക്ഷേ ലവ് മാരേജ്, അറേഞ്ച് മാരേജിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ പറഞ്ഞു ക്ലീൻ ആയിട്ട്. യെസ്, ഐ പ്രിഫർ ലവ് മാരേജ്, ഐ പ്രിഫർ അറേഞ്ച് മാരേജ്, ഇത് നമ്മൾ പറഞ്ഞു. യെസ്, I am not prefer marriage. Yes, you are not supporting marriage. Are you married? Yes. Yes. Yes, I am married, but I don't support marriage. Marriage കഴിഞ്ഞപ്പോഴാണ് എന്റെ ബുദ്ധിമുട്ട് നമുക്ക് മനസ്സിലായത്, അല്ലേ? യെസ്, അങ്ങനെ ഞങ്ങൾ മാത്രം കഷ്ടപ്പെട്ടാൽ പോരാ, എല്ലാവരും കഷ്ടപ്പെടട്ടെ. യെസ്,
മാരേജ് അങ്ങനെ പറഞ്ഞു ജീവിതത്തിലെ എന്താ പറയാ, ഞാൻ സാധാരണഗതിയിൽ വിവാഹം കഴിഞ്ഞിട്ട് ഉള്ള ആളുകളോട് ചോദിക്കുന്ന ചോദ്യം നമുക്ക് വളരെ ഇന്റിമസി ഉള്ള ആളുകളോട് ഒരാഴ്ചക്കുള്ളിൽ അല്ലെങ്കിൽ ഒരു മാസത്തിനുള്ളിൽ കാണുകയും ഞാൻ ചോദിക്കും. ഞാനൊരു ചോദ്യം ചോദിച്ചത് സത്യസന്ധമായിട്ട് മറുപടി പറയാം. അപ്പൊ പറയുന്നത് ഇപ്പോഴെന്ത് തോന്നുന്നു വിവാഹം കഴിഞ്ഞിട്ട്? ഓക്കെ സുറുമി. ഓ സുറുമി, ഓക്കെ 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 ഓക്കെ. ബിക്കോസ് ഈ പ്രൊഫൈൽ പിക്ചർ ഉണ്ടാവണമെങ്കിൽ അത് വേണ്ടി വരും അങ്ങനെ അല്ലേ? യെസ്, ഓക്കെ ഓക്കെ ഓക്കെ. വിവാഹം കഴിഞ്ഞിട്ട് ഒരു മാസത്തിനുള്ളിൽ നമ്മൾ കാണുന്ന ആളുകളോട് നമ്മൾ ചോദിക്കും, എന്ത് തോന്നുന്നു? വിവാഹം കഴിക്കാൻ വൈകി പോയി തോന്നുന്നതോ അല്ലെങ്കിൽ വിവാഹം നേരത്തെ ആയി പോയി എന്ന് തോന്നുന്നു? അപ്പൊ ഒരു 90% ആളുകൾ പറഞ്ഞിട്ടുള്ള മറുപടി വിവാഹം വൈകിപ്പോയി, കുറച്ച് നേരത്തെ കഴിക്കേണ്ടതായിരുന്നു എന്ന് പറയും. ഇതേ ചോദ്യം 2-3 വർഷത്തിന് ശേഷം നമ്മൾ ചോദിക്കുകയാണ് വേണ്ടി എന്ത് തോന്നുന്നു? അതേ ആളോട് തന്നെ വിവാഹം നേരത്തെ ആയിപ്പോയോ വൈകിപ്പോയോ എന്ന് കഴിയുമ്പോൾ ഇത് കുറച്ച് നേരത്തെ ആയിപ്പോയി, ഇപ്പോഴൊന്നും വേണ്ടായിരുന്നു, കുറച്ച് കഴിഞ്ഞിട്ട് മതിയായിരുന്നു, കുറെ കാര്യങ്ങൾ കൂടി ചെയ്തു നിൽക്കാണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ട് മതിയായിരുന്നു എന്ന് പറയും. യെസ്, ഒരിക്കലും ഇതേപോലെ ഒരു ക്ലാസ്സിൽ ഞാനിങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ദി അൺഫോർഗറ്റബിൾ ഇൻസിഡന്റ് എന്ന് പറയുന്ന ഒരു വിഷയം ഞാൻ പറഞ്ഞു. അപ്പൊ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ കുട്ടി പറഞ്ഞ ഒരു സംഗതിയാണ്, എനിക്ക് ഒരു ടീച്ചറിനെ ഒരിക്കലും മറക്കാൻ പറ്റില്ല. കാരണം എന്റെ വിവാഹത്തിന്റെ അന്ന് വന്നിട്ട് എന്നെ ഏറ്റവും കൂടുതൽ ചീത്ത പറഞ്ഞ ടീച്ചറാണ്. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ടീച്ചറാണ്. ടീച്ചർ വന്നിട്ട് എന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞിട്ടാണ് പറഞ്ഞത്. അപ്പൊ എന്താണെന്ന് ചോദിച്ചപ്പോ ആ കുട്ടി പറഞ്ഞ മറുപടിയാണ്, ടീച്ചർ അന്ന് പറഞ്ഞതിനോട് ഒരുപാട് ഉയരങ്ങളിൽ എത്താൻ സാധ്യത ഉണ്ടായിരുന്ന ഒരാളായിരുന്നു, പക്ഷെ ഈ കല്യാണം അവിടെ നിന്നൊക്കെ നിന്നെ താഴേക്ക് കൊണ്ടുവരുന്നു. എന്ന് വെച്ചാൽ വിവാഹം കഴിച്ച് പയ്യൻ മോശമൊന്നുമില്ല, അതൊക്കെ സെറ്റിൽഡ് ആണ്. പക്ഷെ അവിടെ വെച്ച് ആ കുട്ടി വേറൊരു ലെവൽ ഓഫ് മൈൻഡിലോട്ട് വന്നു. അപ്പൊ എന്ത് പറഞ്ഞു, വലിയൊരു ടാർഗറ്റ് വെച്ച് വന്ന ആ ട്രെയിനിങ്ങും അത് അങ്ങോട്ടാണ് എത്തിയില്ല. അതിനു മുമ്പ് അവിടെ നിന്ന് ഡീവിയേറ്റ് ചെയ്ത് പോയി. ആ ഡീവിയേറ്റ് ചെയ്ത് പോയത് കൊണ്ടുള്ള വിഷമം കൊണ്ടാണ് ടീച്ചർ വന്ന് ഇത് എന്റെ ജീവിതത്തിനെ പറ്റിയ ഒരു തെറ്റായിപ്പോയി, അല്ലെങ്കിൽ ഇപ്പൊ അത് വേണ്ടായിരുന്നു എന്ന്, അല്ലെങ്കിൽ ഒരു ലെവല് വരെ എത്താൻ സാധിക്കുമായിട്ട് അതൊക്കെ നശിപ്പിച്ച് കളഞ്ഞു എന്ന് പറഞ്ഞു. വർഷങ്ങളുടെ പ്രയത്നമാണ് നശിപ്പിച്ചത്. ഇനി നിങ്ങൾ ഒരുപക്ഷെ വിവാഹിതരെ ഇതിലെ എന്ന് പറയുന്ന ഒരു സിനിമ കണ്ടു കാണും. നമ്മുടെ ജയറാമിന്റെ ഭാര്യയായിട്ടുള്ള പാർവതി ആദ്യമായിട്ട് അഭിനയിച്ച ഒരു സിനിമയാണ്. അതിൻ്റെ അകത്ത് പറയുന്ന ഒരു വാചകമുണ്ട്, ജീവിതത്തില് ഒരു സ്ത്രീക്കും അവൾ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന ഒരു പുരുഷനെ ഭർത്താവായിട്ട് ലഭിച്ചിട്ടില്ല. ജീവിതത്തില് ഒരു പുരുഷനും അവൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന സ്ത്രീയെ ഭാര്യയായിട്ട് ലഭിച്ചിട്ടില്ല. പിന്നെ ജീവിതത്തിൽ നടക്കുന്ന മുഴുവനും പരസ്പര ഒരു അഡ്ജസ്റ്റ്മെന്റ്, ഒരു വിട്ടുവീഴ്ച. നമുക്കറിയാം നമുക്ക് ഇന്ന കുറവുണ്ട്, അപ്പൊ അതുകൊണ്ട് അവൾക്ക് ആ കുറവുണ്ടെങ്കിൽ ഞാനത് കാണുന്നില്ല. ദാറ്റ് ഈസ് വാട്ട് ഈസ് ഗോയിങ് ഓൺ ഇൻ ലൈഫ്. അതാണ് ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. യെസ്, ഇത് ബാലചന്ദ്ര മേനോന്റെ വിവാഹിതരെ ഇതിലെ എന്ന് പറയുന്ന സിനിമയിൽ പറയുന്ന ഡയലോഗ്. യെസ്, ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഞാൻ ഇതിലൊക്കെ നീട്ടി പിടിച്ചത് നിങ്ങൾക്ക് ആലോചിക്കാൻ സമയം കിട്ടാൻ വേണ്ടിയാണ്. സിറ്റി ലൈഫ് ആൻഡ് വില്ലേജ് ലൈഫ്. യെസ്, ഹു ഈസ് കമ്മിങ് ഫസ്റ്റ്? ആരാണ് ആ ഭാഗ്യവതി ആദ്യം വന്ന് പെർഫോം ചെയ്തത്? ആദ്യം വരുന്ന ആൾക്ക് ഗുണമുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ പോയിന്റ് ഒക്കെ വേറെ ആളുകൾ പറയും. ഞാൻ പറയാം സാർ. ആരാണ്? ആൻമരിയ. ആൻമരിയടാ? യെസ് സാർ. ഓക്കെ ആൻമരിയ, ഫസ്റ്റ് ഓഫ് ഓൾ ഐ അപ്രീഷിയേറ്റ് യുവർ മൈൻഡ്. കാരണം ആൻമരിയുടെ ആ മനസ്സിനെ ഞാൻ അഭിനന്ദിക്കുന്നു. യെസ്, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. യെസ്, മാള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന അന്ന് അവിടെ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എപ്പോഴും മത്സരിച്ചിരുന്നതാണ്. യെസ്, അല്ലേ? സിനിമാ നടൻ മാള. സിനിമാ നടൻ മാള അരവിന്ദ്. യെസ്, വളരെ ശാന്തസുന്ദരമായ സ്ഥലമാണ് മാള. മാള വഴിയാണ് ഞാൻ പലപ്പോഴും ചാലക്കുടി ഭാഗത്തേക്ക് പോയിട്ടുള്ളത്. അതുകൊണ്ട് മാളയും ആവേ മരിയ ബസ്സും എല്ലാം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ബസ് ഇപ്പോഴും ഉണ്ട് സാറേ. ഓക്കെ ഓക്കെ, ഒരു ആവേ മരിയ, ഒരു പടമാടൻ, യെസ്, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. യെസ്, ഓക്കെ ഓക്കെ. ഞാൻ ഇതൊക്കെ കാണുമ്പോഴേക്ക് ഇതൊക്കെ ഓർക്കാറുണ്ട്. യെസ്, ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. ആൻമരിയ,
Start. I like to live in the village because the village people are very good and simple-hearted. Very good. We can talk to each other at any time. Yes. In the village area, all will open-hearted people. Yes. Oh, very good. Also, we can make small programs in the village at a time. Yes. Then in our village, we have plenty of fields with rice, paddy. Yes. Also coconut trees. Yes. In the noontime and all, we can sit in the paddy and we will get nice wind. Oh, very good. Nostalgia. Oh. Also, the village people are very all will come whenever if any parties and all we don't want to go and call them. All will come in our house. Yes. All are simple-hearted and hard-working people. Yes. Okay, sir. Okay. Thank you. Okay. Shilji അല്ലേ your name? Yes, sir. ഓക്കെ. അപ്പോ വെരി സിമ്പിൾ ആയിട്ട് പറഞ്ഞു. ഗ്രാമർ ഒക്കെ കറക്റ്റ് ആയിരുന്നു. വളരെ ക്ലീൻ ആയിരുന്നു. വെരി ഗുഡ്. Thank you, sir. ഞാൻ പറയട്ടെ. Yes. Okay. രാസ്മിന പറഞ്ഞോളൂ. രാസ്മിന. Sir, I also prefer village life. Yes. Now where you are living? Village. I am living in village. And are you married? Yeah, I am married. Yes. Before marriage, your native place was in village? Yeah. Yes. But from village, you transformed to village. Okay. Sir, I am not transported. I am living in my village. Yes. Okay. Then native village. Okay. Yes, native village. Okay. Yes, I prefer village life because I love to live calm and quiet place. Yes. And also greenery place. Yes. So I am now living greenery place also. I think this is some like a forest. Yes. And near a river. Yes. And all the neighborhood are very good. Nice peoples. They are mingle with us. Know the boundaries. Yes, no boundary. Okay. Yeah, I experienced the city life also. I lived 3 months with my husbands in Dubai. Yes. I didn't like that atmosphere. Only the buildings. All the people told me the exaggeration about Dubai, but I didn't get much from there. I don't know. I didn't feel like that. I also love to live in village, this calm, quiet place. I only enjoyed from there, that is cooking and eating with my husbands or like that. So I only prefer this village life. Yes. Yeah, sir. That is all. Okay, Ramsina, along the I can understand your feelings and emotions. Ramsina പറഞ്ഞതൊക്കെ correct ആണ്. കാരണം ഒരു പക്ഷേ വേറെ അത്രയും നല്ല സ്ഥലത്ത് നമ്മൾ നിന്ന് കഴിഞ്ഞാൽ നമുക്കത് ഫീൽ ചെയ്യില്ല, സന്തോഷം ഫീൽ ചെയ്യില്ല. Yes. Okay. വളരെ തിരക്കുള്ള ഒരു സ്ഥലത്ത്. Yeah, I know all the city life and the village life have pros and cons. They didn't get the much facilities like better medicine and better schools and all the things we didn't get from the village. We don't get from the village, but in the case of cities, we will get all the types of facilities. But I think when we live a village, we experience the home remedies when we get sick. We most of the time we will avoid the medicines. We try to take the home remedies other than the medicines. That is very good. I think like that. Yes, very good. നമ്മൾ ഈ കോവിഡ് വന്ന സമയത്ത് ഈ മാസ്ക് വെച്ച് നടക്കാനായിട്ട് ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ ഒരുപാട് ആളുകൾക്ക് ജലദോഷവും തുമ്മലും
ചെറിയ ചെറിയ പനികളിലാണ് മാറി. കാരണം ഈ പൊടി എന്ന് പറഞ്ഞ സംഗതിയിൽ നിന്ന് അവര് രക്ഷപ്പെട്ടു. അറിയാതെയാണെങ്കിലും അത് ഒരുപാട് ആളുകൾക്ക് ഗുണം ചെയ്തിട്ടുണ്ട്. യെസ്, ഓക്കെ റംസീന. അപ്പൊ ജോൺ ഫി, യു കണ്ടിന്യൂ. I prefer city life. യെസ്, ഒന്ന് മാറി വരട്ടെ. യെസ്, Good options, job opportunities, യെസ്, public transportation, yes. social life, arts and culture, urban planning, innovation, growth, energy, Yes. good hospital service, better school. Hello. ഓക്കെ, പിന്നെ എന്താ ഏറ്റവും കൂടുതൽ ഇപ്പം നമ്മളെ വില്ലേജിലാണെങ്കിൽ നമ്മുടെ റിലേറ്റീവ് അടുത്തുണ്ട്. അത് ചെയ്യണ്ട ഇത് ചെയ്യണ്ട എന്ന് പറയത്തില്ലേ. നമ്മളിപ്പോ എന്തെങ്കിലും ഒന്ന് ചെയ്യണ നല്ലത് ചെയ്യാന്ന് വെച്ചാൽ പറയാം അത് ചെയ്യണ്ട, അതങ്ങനെ ചെയ്താൽ ശരിയാവത്തില്ല, അങ്ങനെ ചെയ്യണ്ടെന്ന് പറയും. ഒരുപാടുണ്ട്. ഇത് സിറ്റി ആവുമ്പം കുഴപ്പമില്ല. യെസ്, we can use any dress code we can select. We can go out late. Yes. Okay, John Fee. Any other point to prove? That is all. Okay, very good. Okay. Everybody, നിങ്ങൾക്ക് എപ്പോഴും എന്തുണ്ടാവണം? ഒരു നിലപാടുണ്ടാവണം. ഈ എന്തെങ്കിലുമൊക്കെ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ ഒരുപാട് വിമർശനവും ഇതൊക്കെ കേൾക്കേണ്ടി വരും. എപ്പോഴും ഒരു കാര്യം മനസ്സിലാക്കുക, ഫലമുള്ള വൃക്ഷത്തിലെ ഏത് കിട്ടും. ഒന്നും ചെയ്യാതെ വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ ആരും ഒന്നും ചെയ്യില്ല. ഫലമില്ലാത്തൊരു വൃക്ഷത്തിന് നേരെ ആരും കല്ലെറിയില്ല. ഓരോ കല്ലുകളും എന്താണ്? ഓരോ വിമർശനങ്ങളാണ്. എപ്പോഴും അത് ചിന്തിക്കുക. ഫലമുള്ള വൃക്ഷത്തിന്റെ നേരെ ഏത് വരും, അല്ലാത്തതിന്റെ നേരെ വരില്ല. യെസ്, യു ഷുഡ് ഹാവ് യുവർ ഓൺ thought. Okay, Soumya. After Soumya, I will come to Vinny. Arya. Okay, Soumya. Sir, correct. Yes. Sir, I prefer village, but not far from the city, because village is too silent and its atmosphere is good, open-hearted people, good climate, we get fresh air and water, etc. But in village, we did not get good opportunities and good transportation facilities. Yes. But I like to. Okay, sir. Okay, Soumya. So I prefer village, but not far from the city. Yes. Okay, sir. Soumya, range ഉള്ളിടത്തോട്ടൊന്നും നീങ്ങിയിരുന്നോട്ടാ. കാരണം range കൊണ്ട് അതിന്റെ പേരിൽ എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് കട്ടായി പോകും. Okay, Soumya. Okay, we appreciate your views, your thoughts, your opinion. Okay, Soumya. Arya will you? Yes, sir. Yes. After Arya, I will come to Surmi. Okay. Arya. I prefer village because the reasons fresh and green space. Yes. Village provide clean, fresh and air and promoting physical and mental well-being. Yes. The natural surrounding with feeds a forest opportunity to connect with nature. Yes. Healthy living. We get with access to fresh organic food like vegetables and milk. Yes. Good communication to neighbors. Yes. That's all, sir. Thank you. Very good. Okay, Arya. Very good. Your approach is very good. Next step, I go to Arya. After that, I go to Lini. Okay. So next is Surmi. Surmi. Okay. After that, Lini. Okay. Surmi, start. I prefer city life because here I have more facilities such as good facilitated hospitals, good education facilities. Also here have more opportunities to live. We can find a job at anywhere easily. All type of transportations are available at any time. I went for my delivery to hospital because when I feel delivery pain, because I have confidence that a hospital is nearby me.
Then in city life, everyone is busy in their life, so nobody will come to disturb our life. Especially, we can taste variety type of foods at any time. Yes. Our all type of needs will satisfied. We can buy stationery or any other miscellaneous when even at 10 p.m. also. Yes. Then I like village also because my childhood I spent more time in village. At our childhood time, I prefer village life, such as we can go for bath at river, ponds, play with friends, visit cousins' houses, and also for celebrate festivals, I prefer village life. Thank you, sir. Okay, very good, very good. Surmi, your grammar, that was very good. തെറ്റില്ലാണ്ടാണ് പറഞ്ഞത്. Very good, very good, very good. Yes, okay, okay, okay. And I also appreciate your observation also. Yes, very good, very good. Yes, ലിനി. അപ്പൊ രണ്ടുപേര് സിറ്റി ലൈഫിന് അനുകൂലിച്ചു. ലിനി. Yes, sir. Yes. I prefer city life because I lived in city, Bangalore Yes. city. But after marriage, I came to village in Kerala, Thrissur. Okay. I love both village and like city and village. Yes. City life is busy, and we have lots of facilities. If we step out of our house, we get everything from out. But in village, we don't get that facilities. But I love greenery, so my house is nearby that. We have a nice paddy field, everything, and we have here an association, so we all together, if any difficulties, they come for help. And uh, city life is also good. City life is also good because both are different experiences. That's it. Excellent. Okay, Lily, very good, very good, very good, very good. Okay, okay, okay. Yes. ഈ അടുത്താരാണ്? Sir, ഞാൻ പറയട്ടെ. Okay, നിമിഷ പറഞ്ഞോളൂ. ഗ്രീഷ്മ പറഞ്ഞോളൂ. I prefer city life because it has many facilities. In city, we have good schools, hospitals, shops, and transformation. There are more job opportunities and Yes. modern comfort. City life is fast and active, and we can learn many things. City life has some advantages. People can to get better education, healthcare, and modern technology. It also gives us chances to meet different people and learn new ideas. But there are also disadvantages. It is noisy, crowded, but expensive. The air are pulled and there are less greenery. City life exciting of full of opportunity. People in village often dream about city life because it offers privacy, modern comfort, and new experience. Villages more time. ഞാൻ മറന്നുപോയി എഴുതി വെച്ചിട്ടില്ല. Continue, continue. Very good, very good. മതി സർ. ഓക്കെ. Okay, okay, okay. നിഷ്മ പറഞ്ഞത് ഇത്രയും നല്ല മനോഹരമായിട്ട് പറഞ്ഞു കേട്ടോ. Very good, very good. Fantastic. Okay, English. Very good, very good. Yes. Who is next? സോ ഞാൻ പറയാം. Okay, വിജയ്. എന്തുകൊണ്ട് വന്നില്ലാതെ ഞാൻ ആലോചിച്ചിരിക്കുകയായിരുന്നു. Yes. I prefer living in a village because it is peaceful and more relaxing than in a city. Yes. There is a fresh air and greenery in everywhere. Yes. The community is very friendly and supportive. Yes. Then the life is simple and less stressful. Yes. Thank you. Life is simple and trustworthy in village. Okay, Vijay? Okay, very Yeah, good, very yes, good, sir. very good, very good, very good. Okay. Then, who is next? ഞാൻ പറയട്ടെ സർ. Yes, okay, okay, okay. Sangeeta. Sir, I prefer living in city because Yes. I born in city. I know that the city life is very beautiful
I like that the city life because the more facilities are there, the transportation, schools, jobs, opportunity, parks, hospitals are there. Uh, then after my marriage to living in village after I married to live in village. Yes. I know the village area is not any facilities for because the facility is more important in hospital. The village Yes. has not any super specialty hospitals in there. The city അതെനിക്ക് പറയാൻ അറിയില്ല സാർ സിറ്റിയിൽ അത് നമുക്ക് ഉണ്ട് എന്നുള്ളതിന് എന്താ സാറേ പറയാ എന്തോ സിറ്റിയിൽ നമുക്ക് നല്ല ഹോസ്പിറ്റലുകൾ ഉണ്ട് എന്ന് പറയണം എങ്ങനെയാ സാറേ very good medical facilities. Okay. Medical facilities are there. അത്രേ ഉള്ളൂ സാറേ താങ്ക് യു ഓക്കെ 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 ഈ സംഗീത മനസ്സിൽ ഐഡിയാസ് ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ സ്പോണ്ടേനിയസ് ഓവർഫ്ലോ ദ പവർഫുൾ തോട്ട്സ് കവിതകളെ കുറിച്ച് പറയുന്നില്ലേ നമ്മൾ സൃഷ്ടിയുടെ പേറ്റുന്ന പോലെ നമ്മുടെ മനസ്സിലേക്ക് ഒരു കഥയോ കവിതയോ വന്നാൽ അതിൻ്റെ ഒരു ബീജം വീണാൽ പിന്നെ അത് കടലാസിലേക്ക് പിറവിയെടുത്തെങ്കിൽ മാത്രമേ മനസ്സിനൊരു സമാധാനം കിട്ടുള്ളൂ അതുപോലെ സംഗീതം മനസ്സിൽ ഇങ്ങനെ ഐഡിയാസ് എടുക്കുന്നത് പ്രസന്റ് ചെയ്യാനുള്ളൂ ഓക്കെ ഓക്കെ സംഗീത വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് കീപ് ഇറ്റ് ഓക്കെ യെസ് ഇനി ആരാണ് I prefer to live in village. My village is very beautiful. Yes, 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 yes. Very good. The chaya and hills and waterfalls and rivers. I have some good relationship in my village. A lot of our body health needed air, fresh air and healthy food living in the village. When moving to city life, if you are so busy, we will be missing life of family time. True, sir. Yes, very good, very good, very good. I agree, sir. Very good, very good, very good. I appreciate your observation. Yes. Okay, 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 okay. Yes. ഇനി നമുക്ക് രണ്ടുപേർക്കും കൂടി ചാൻസ് കൊടുക്കാറില്ല യെസ് ഓക്കെ നിഷ പറഞ്ഞോളൂ നിഷ I prefer to live in village life because living in village. I am in Puttanjira in Thrissur district. We living in village. Okay, okay, okay. Then friends are there. Yes. Then we have to feel a nostalgic mood and greenery. But okay. City we have not feel these things. In village and also we contact with others in every day. In our area, lot of trees and coconuts and fields are there, but there is no get these things in city life. In village life, our family budget is comparatively less than the city life. Yes. So I am also prefer to village life. So you are settled and you are very happy to live in village. About okay, Shamima, Shamima, I also read your comment. Okay, 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 okay. Yes. Who is next? Sir, ഞാൻ പറയട്ടെ. Okay, Safida. പറഞ്ഞോളൂ സഫീദ. I love and prefer cities life more than village life because we can do our job peacefully. There is busy life everyone. No one is judging our life and controlling. There are good facilities, hospitals and educational facilities. There are flats and malls. The flat have gym, pools, play schools, etc. We cannot go to out because we have everything there. അത്ര എഴുതിയിട്ടുള്ളൂ. ഞാനിവിടെ ഉണ്ടായിരുന്നില്ല ക്ലാസ് എടുക്കുന്ന സമയത്ത്, പുറത്തിരുന്നപ്പോ വന്നിട്ടുള്ളൂ. ഓക്കെ സഫീദ, സഫീദ പറഞ്ഞൊരു പോയിന്റ് ഉണ്ട് അല്ല, ഒരു പോയിന്റ് കറക്റ്റ് ആയിട്ട് പറഞ്ഞു കേട്ടില്ലേ? ഗ്രാമങ്ങളിലാവുമ്പോ നമ്മുടെ പുറകെ കണ്ണുകൾ ഉണ്ടാവും, സിറ്റിയിലാവുമ്പോ നമ്മുടെ പുറകിൽ ആരും ഉണ്ടാവില്ല എന്ന് പറഞ്ഞത് അല്ലേ? ഓക്കെ നിഷ്മ, many people live in villages depending on city for jobs and education. Okay, 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 okay. Yes. ഇനി ആർക്കെങ്കിലും? യെസ്. അപ്പോ ആദ്യമേ തന്നെ ഞാനൊരു വിഷയം പറഞ്ഞു കഴിഞ്ഞപ്പോൾ സജീവമായിട്ട് പങ്കെടുത്തതിന് നന്ദി പറയുകയാണ്. ഇതിനെക്കുറിച്ച് കമന്റ് പറഞ്ഞ ആൻമരിയ, റംസീന, ജോൺ പി, സൗമ്യ, ആര്യ വിനു, ലിനി, സുമി, നിഷ്മ,
വിജി കെ എസ്, സംഗീത, ഹൈറനീസ, നിഷ, സഫീദ. ഇനി ഞാൻ ആരുടെയും പേര് പോയിട്ടുണ്ടെങ്കിൽ അവരും. സർ റംസീനി അല്ലേ? റസ്മീനിയാണ്. റസ്മീന. റസ്മീന. ഓക്കെ യെസ്. യെസ്, അവർക്കും കൂടി നന്ദി പറയുകയാണ്. ഓക്കെ, സോ നമുക്ക് അടുത്ത ചാപ്റ്ററിനോട് അനുബന്ധിച്ചുള്ള മറ്റു വിഷയങ്ങളുമായിട്ട് we will meet in the next class. Till then, bye. Okay, sir. Thank you, sir. Thank you, sir. Thank you, sir. Okay, welcome, sir.